എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ത്യൻ ജോഗ്രഫിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്ത്യൻ ജോഗ്രഫിയിലെ 6ാമത്തെ ക്ലാസ് ആണിത്. അപ്പോൾ ഇന്ത്യൻ ജോഗ്രഫിയിൽ നമ്മൾ ഡ്രെയിനേജ് സിസ്റ്റം തുടങ്ങിയിരുന്നു. ആ ഡ്രെയിനേജ് സിസ്റ്റം എന്ന് വെച്ചാൽ റിവർ സിസ്റ്റംസ് ആണ്. റിവേഴ്സും അതിൻ്റെ ട്രിബ്യൂട്ടറീസിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ നമ്മൾ ഇൻഡസ് എന്ന് പറഞ്ഞൊരു മെയിൻ പോർഷൻ കവർ ചെയ്ത് കഴിഞ്ഞു. അടുത്തത് നമ്മൾ ഗംഗയാണ്. അപ്പോൾ നമുക്ക് ഗംഗയിലോട്ട് കിടക്കാം. നോക്കിയ ഡ്രെയിനേജ് സിസ്റ്റം ഓഫ് ഇന്ത്യ, ഗംഗയാണ് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത്. ഗംഗാ റിവർ സിസ്റ്റത്തിനെ പറ്റി പറയുമ്പം ഈ ഗംഗാ റിവർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ സേക്രഡ് റിവർ ആണ്, അല്ലെ? പരിശുദ്ധമായ റിവറാണ് ഈ ഗംഗ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ നാഷണൽ റിവറും ആര് തന്നെയാണ്? ഗംഗ തന്നെയാണ്. 2008 ഇന്ത്യയുടെ നാഷണൽ റിവറായിട്ട് ഗംഗയെ പ്രഖ്യാപിക്കുന്നത്. അപ്പം ഇന്ത്യയുടെ നാഷണൽ റിവർ ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ആൻസർ എന്തായിരിക്കും? അത് ഗംഗയാണ്. അത് ഏത് വർഷമാണ്? 2008. അതേപോലെ തന്നെ നമ്മൾ അതുമായിട്ട് കണക്ട് ചെയ്ത് പഠിച്ചു വെക്കാൻ പറ്റുന്ന ഒരു പോയിന്റ് ആണ് നാഷണൽ അക്വാട്ടിക് ആനിമൽ എന്ന് പറയുന്നത്. അക്വാട്ടിക് ആനിമൽ ഏതാണ്? നാഷണൽ അക്വാട്ടിക് ആനിമൽ എന്ന് പറയുന്നത് ഗംഗാറ്റിക് ഡോൾഫിൻസ് ആണ്. ഗംഗാറ്റിക് ഡോൾഫിൻസ് ആണ് നാഷണൽ അക്വാട്ടിക് ആനിമൽസ് എന്ന് പറയുന്നത്. ഗംഗാറ്റിക് ഡോൾഫിൻസ് ആണ്. ഓക്കെ അല്ലേ? ഈ ഡോൾഫിൻസിനെ, ഗംഗാറ്റിക് ഡോൾഫിൻസിനെ നാഷണൽ അക്വാട്ടിക് ആനിമൽ ആയിട്ട് പ്രഖ്യാപിക്കുന്നത് 2009, തൊട്ടടുത്ത വർഷം. അപ്പൊ 2008 ഗംഗേനെ നാഷണൽ റിവർ ആയിട്ട് പ്രഖ്യാപിക്കുന്നു. 2009 അക്വാട്ടിക് ആനിമൽ ആയിട്ട് ഗംഗാറ്റിക് ഡോൾഫിൻസിനെ എന്ത് ചെയ്യുന്നു? പ്രഖ്യാപിക്കുന്നു. അപ്പൊ ഈ 2 പോയിന്റുകളും ഇമ്പോർട്ടന്റ് ആണ്. അടുത്തതായിട്ട് നമ്മൾ ഗംഗയുടെ ഒറിജിനെ പറ്റിയാണ് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡ്രെയിനേജ് സിസ്റ്റമാണ് ഗംഗയുടെ ഡ്രെയിനേജ് സിസ്റ്റം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി, റിവർ എന്ന് പറയുന്നത് ഗംഗയാണ്. ഈ ഗംഗയുടെ ലെങ്ത് പറയുന്നുണ്ട് 2525 കിലോമീറ്റർ. 2525 കിലോമീറ്റർ ആണ് ഗംഗയുടെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ആരംഭിച്ച് ബംഗ്ലാദേശിലാണ് ഇതെന്ത് ചെയ്യുന്നത്? ബംഗ്ലാദേശിലൂടെ പോയിട്ട് ബേ ഓഫ് ബംഗാളിലാണ് ഈ ഗംഗ ചെന്ന് പതിക്കുന്നത്. നോക്കിക്കേ, 2 രാജ്യങ്ങളിലൂടെയാണ് ഇന്ത്യ ഒഴുകുന്നത്. ഏതൊക്കെയാണ്? ഇന്ത്യയല്ല, ഗംഗ ഒഴുകുന്നത്. ഏതൊക്കെയാണ്? ഇന്ത്യയിലൂടെയും ബംഗ്ലാദേശിലൂടെ. അപ്പൊ ഗംഗ ഒഴുകുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്ത്യയും പറയും, നമ്മുടെ തൊട്ട അയൽ രാജ്യമായിട്ടുള്ള ബംഗ്ലാദേശും പറയും. ബംഗ്ലാദേശിലൂടെ ഫ്ലോ ചെയ്ത് എങ്ങോട്ടാണ് പോകുന്നത്? ബേ ഓഫ് ബംഗാളിലോട്ടാണ് പോകുന്നത്. ഹിമാലയൻ റിവേഴ്സിലെ 2 പേര് നമുക്കറിയാം ഈസ്റ്റിലോട്ടാണ് ഫ്ലോ ചെയ്യുന്നത്. ഒരാൾ മാത്രമേ വെസ്റ്റിലോട്ട് ഫ്ലോ ചെയ്യുന്നത്. ഇൻഡസ് മാത്രമേ വെസ്റ്റിലൂടെ ഫ്ലോ ചെയ്തിട്ട് അറേബ്യൻ സീയിൽ ചെന്ന് പതിക്കുന്നുള്ളൂ. ബാക്കി ഗംഗയാകട്ടെ ബ്രഹ്മപുത്ര ആകട്ടെ എങ്ങോട്ടാണ് പോകുന്നത്? ബേ ഓഫ് ബംഗാളിലോട്ടാണ് പോകുന്നത്. അപ്പൊ ഇന്ത്യയിൽ തുടങ്ങി ബംഗ്ലാദേശിലൂടെ ബേ ഓഫ് ബംഗാളിലോട്ട് ആര് പോകുന്നു? ഗംഗ പോകുന്നു. ഏകദേശം ഒരു 8 lakh പ്ലസ് എന്നാണ് സ്ക്വയർ കിലോമീറ്റർ ഇത് എന്ത് ചെയ്യുന്നുണ്ട്? കവർ ചെയ്യുന്നുണ്ട്. ഈ ഏരിയ കവർ ചെയ്യുന്നുണ്ട്. ആരെന്ന് പറയുന്നത്? ഈ ഗംഗ എന്ന് പറയുന്നത്. നമുക്കറിയാം ഹിമാലയൻ റിവേഴ്സിൽ ഈ ഗംഗ എന്ന് പറയുന്ന ഈ റിവർ എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്? നോർത്തേൺ പ്ലെയിൻസിന്റെ ഫോർമേഷന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിവറാണ് ഈ ഗംഗ എന്ന് പറയുന്നത്. അപ്പൊ ഇനി അടുത്തത്, ഗംഗ ഒറിജിനേറ്റ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ഗംഗ ഒറിജിനേറ്റ് ചെയ്യുന്നത് ഇന്ത്യയിലെ ഉത്തരാഖണ്ഡ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിൽ നിന്നാണ്. ഉത്തരാഖണ്ഡിലെ എവിടെ നിന്നാണെന്നറിയാമോ? ഗംഗോത്രി ഗ്ലേഷ്യറിൽ നിന്നാണ്. കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഗോമുഖ് എന്ന് പറയുന്ന ഒരു കേവിൽ നിന്നാണ് നമ്മുടെ ഈ ഗംഗ ഉത്ഭവിക്കുന്നത് അല്ലെങ്കിൽ ഒറിജിനേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ ഗംഗ ഒറിജിനേറ്റ് ചെയ്യുന്ന ഗംഗോത്രി ഗ്ലേഷ്യറിൽ നിന്ന് വരുന്ന ആ റിവറിനെ നമ്മൾ ഗംഗയെന്നല്ല പറയുന്നത്. അതായത് ഗംഗയുടെ ഹെഡ് വാട്ടേഴ്സിനെ നമ്മൾ ഗംഗയെന്ന് പറയാറില്ല. അത് ഭഗീരഥി എന്ന് പറയുന്ന ഒരു നദിയാണ്. അപ്പം തുടക്കത്തിൽ ഭഗീരഥി എന്ന് പറയുന്ന നദിയായിട്ടാണ് ഗംഗ എന്ത് ചെയ്യുന്നത്? ഒറിജിനേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഭഗീരഥിയാണ് ഗംഗോത്രി ഗ്ലേഷ്യറിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഗോമുഖ് കേവിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഇത് ഉത്തരാഖണ്ഡ് സ്റ്റേറ്റിലാണ് എന്നുകൂടി ഓർക്കണം. അപ്പൊ ഉത്തരാഖണ്ഡ് സ്റ്റേറ്റിലെ ഗംഗോത്രി ഗ്ലേഷ്യറിൽ നിന്നും ആര് ഫോം ചെയ്യുന്നുണ്ട്? ഭഗീരഥി റിവർ ഫോം ചെയ്യുന്നുണ്ട്. ഈ ഭഗീരഥി റിവറിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ ഭഗീരഥി റിവറിലാണ് ഇന്ത്യയിലെ ഏറ്റവും ഹൈറ്റ് കൂടിയ ഡാം ആയിട്ടുള്ള ടെഹരി ഡാം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ടെഹരി ഡാം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭഗീരഥി റിവർ ആണ്. ആക്ച്വലി ഭഗീരഥി റിവർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗംഗയുടെ ഹെഡ് വാട്ടർ ആണ്. മനസ്സിലായോ? അപ്പൊ ഗംഗ ഒറിജിനേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ പേരെന്താണ്? ഭഗീരഥി എന്നാണ്. ഓക്കെ അല്ലേ? ഇനി ഈ ഭഗീരഥി പിന്നെ ഫ്ലോ ചെയ്തിട്ട് പിന്നെ ഇത് അലഹബാദ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് എന്തായിട്ട് മാറുന്നത്? ഗംഗയായിട്ട് മാറുന്നത്.
അപ്പോൾ അതായത് ഈ ഭഗീരഥിയും അളകനന്ദി എന്ന് പറയുന്ന മറ്റൊരു റിവറുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് എവിടെ വെച്ച് അലഹബാദിൽ വെച്ചിട്ട് ഗംഗയായിട്ട് ഫ്ലോ ചെയ്യുന്നത്. അപ്പൊ ഗംഗ റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത് ഭഗീരഥിയാണ്. അത് അളകനന്ദിയുമായിട്ട് ചേർന്നിട്ടാണ് എന്തായിട്ട് മാറുന്നത്, ഗംഗയായിട്ട് മാറുന്നത്. ഏകദേശം ലെങ്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഇനി ഏതൊക്കെ സ്റ്റേറ്റിൽ കൂടിയാണ് ഗംഗ ഫ്ലോ ചെയ്യുന്നത്? ഉത്തരാഖണ്ഡിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഗംഗ യു പിയിലൂടെ, ഏറ്റവും കൂടുതൽ ദൂരം ഗംഗ ഒഴുകുന്നത് യു പിയിലാണ് കേട്ടോ. യു പിയിലൂടെ, ബീഹാറിലൂടെ, കുറച്ച് പോർഷൻ ജാർഖണ്ഡിലൂടെയും ഒഴുകുന്നുണ്ട്. പിന്നെ വെസ്റ്റ് ബംഗാളിൽ കൂടി ചെന്നിട്ട് എങ്ങോട്ട് പോവാണ്, ബംഗ്ലാദേശിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഉത്തരാഖണ്ഡിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, യു പി, ബീഹാർ, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ തുടങ്ങിയ 5 ഇന്ത്യൻ സ്റ്റേറ്റുകളിലൂടെ ആര് ഫ്ലോ ചെയ്യുന്നുണ്ട്, ഗംഗ ഫ്ലോ ചെയ്യുന്നുണ്ട്. നമുക്കത് ഒന്ന് പിക്ടോറിക്കലി നമുക്കൊന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗംഗ റിവർ ആണ് നമുക്ക് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നോക്കിക്കേ, ഗംഗ റിവർ നോക്കിക്കേ. ഇവിടെ ഈ ഗംഗ സ്റ്റാർട്ട് ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലെ ഗംഗോത്രി ഗ്ലേഷ്യറിൽ നിന്നാണ്. അവിടെ ഇതിന്റെ പേരെന്താണ്, അതിന്റെ പേര് ഭഗീരഥി എന്നാണ്. അപ്പൊ ഗംഗോത്രി ഗ്ലേഷ്യറിൽ നിന്ന് ഭഗീരഥി ആയിട്ട് ഫോം ചെയ്യുന്നു. പിന്നെ എന്താണ്, ഭഗീരഥിയും അളകനന്ദയും കൂടി മിക്സ് ചെയ്തിട്ടാണ് എന്തായിട്ട് വരുന്നത്, ഗംഗാ റിവർ ആയിട്ട് വരുന്നത്. അത് എവിടെ വെച്ചാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ദേവപ്രയാഗ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ടാണ്. എവിടെ വെച്ചിട്ടാണ്, ദേവപ്രയാഗിൽ വെച്ചിട്ടാണ്. ദേവപ്രയാഗ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് ഗംഗയും, അതായത് ഗംഗയായിട്ട് ഫ്ലോ ചെയ്യുന്നത്. ആക്ച്വലി അത് എവിടെ, ആ ദേവപ്രയാഗിൽ വെച്ചിട്ട് നമ്മുടെ ഗംഗോത്രി ഗ്ലേഷ്യറിൽ നിന്ന് വരുന്ന ഭഗീരഥി റിവറും അളകാപുരി ഗ്ലേഷ്യറിൽ നിന്ന് വരുന്ന അളകനന്ദയും കൂടി മിക്സ് ചെയ്തിട്ട് ദേവപ്രയാഗിൽ വെച്ച് എന്തായിട്ട് മാറുന്നു, ഗംഗയായിട്ട് മാറുന്നു. എന്തായിട്ട് മാറുന്നു, ഗംഗയായിട്ട് മാറുന്നു. ഇങ്ങനെ ഗംഗ ഫ്ലോ ചെയ്ത് ഉത്തരാഖണ്ഡിൽ നിന്ന് യു പി വഴി, യു പിയിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ബീഹാറിൽ പോയി വെസ്റ്റ് ബംഗാളിൽ പോകുന്നു. ചെറിയൊരു പോർഷൻ എങ്ങോട്ട് പോകുന്നുണ്ട്, ജാർഖണ്ഡിലും പോകുന്നുണ്ട്. പിന്നീട് അത് എങ്ങോട്ടാണ് കയറുന്നത്, ബംഗ്ലാദേശിലോട്ടാണ് കയറുന്നത്. ഈ ഒരു ഫിഗർ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട ഒരു ഫിഗറാണ്, നിങ്ങൾ വരച്ച് പഠിക്കേണ്ടതാണ്. ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ നോക്കിക്കേ, ഗംഗാ റിവറിനെ ആ മെയിൻ കുറച്ച് ഹൈലൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു പിക്ചർ ഉണ്ടല്ലോ, അതാണ് ഈ ഗംഗാ റിവർ എന്ന് പറയുന്നത്. ഇതാണ് ഗംഗാ റിവർ ഫ്ലോ ചെയ്യുന്നത്. ഇനി ഗംഗയ്ക്ക് നോർത്തേൺ സൈഡായിട്ട് മുകൾ വശത്തും അതേപോലെ ഗംഗയ്ക്ക് താഴെയും എന്തുണ്ട്, ഗംഗയ്ക്ക് ട്രിബ്യൂട്ടറീസ് ഉണ്ട്. ട്രിബ്യൂട്ടറീസ് എന്ന് പറയുന്നത് എന്താണ്, ഗംഗയിലോട്ട് വന്ന് പതിക്കുന്നതാണ് ട്രിബ്യൂട്ടറീസ്. എന്നാൽ ഇവിടെ ഒരാൾ മാത്രം, അതായത് നമ്മുടെ ഹൂഗ്ലി റിവർ ഉണ്ടല്ലോ, ഹൂഗ്ലി റിവർ എന്ന് പറയുന്നത് നമ്മുടെ ഗംഗയിൽ നിന്നും കുറച്ച് വെള്ളം എന്താണ്, ഒരു റിവറിനകത്തോട്ട് പോകുന്നുണ്ട്. അത് ഹൂഗ്ലി റിവറിനകത്തോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹൂഗ്ലി റിവറിനെ നമ്മൾ ഗംഗയുടെ ഡിസ്ട്രിബ്യൂട്ടറി എന്നാ പറയുന്നത്. ഒരു റിവറിലോട്ട് വന്നു ചേരുന്നതിനെ നമ്മൾ ട്രിബ്യൂട്ടറി എന്ന് പറയുന്നു. ആ റിവറിൽ നിന്നും കൊണ്ടുപോകുന്നതിനെ നമ്മൾ എന്താണ്, ഡിസ്ട്രിബ്യൂട്ടറി എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ. അപ്പം ഗംഗാ റിവർ ഇവിടെ നമുക്ക് യമുനയെ കാണാൻ പറ്റും, പിന്നെ ഗോമതി, ഘാഗ്ര, ഖാണ്ടക്ക്, കോസി എന്ന് പറയുന്ന കുറേ നദികളെ കാണാൻ പറ്റും. ആക്ച്വലി ഇവരെല്ലാവരും എന്താണ്, ഗംഗയുടെ ട്രിബ്യൂട്ടറീസ് ആണ്. യമുന, സൗത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ യമുന, പിന്നെ യമുനയിലോട്ട് വരുന്ന യമുനയുടെ ട്രിബ്യൂട്ടറീസ് ആയിട്ടുള്ള ചമ്പലിനെ കാണാം, ബേത്വേനെ കാണാം, കെന്നിനെ കാണാം. അതേപോലെ തന്നെ ഇവിടെ അമർകണ്ടക് പ്ലേറ്റ്യൂന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന സോൺ എന്ന് പറയുന്നത് എന്താണ്, ഗംഗയുടെ ഒരു ട്രിബ്യൂട്ടറി ആണ്. അതുപോലെ ദാമോദർ റിവർ എന്ന് പറയുന്നത് എന്താണ്, ദാമോദർ റിവർ ആക്ച്വലി എങ്ങോട്ടാ പോകുന്നത്, ഹൂഗ്ലിയിലോട്ടാണ് പോകുന്നത്. അതെന്താണ്, നമ്മുടെ ഈ ഗംഗയുടെ ഒരു ട്രിബ്യൂട്ടറി ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. പിന്നെ നമ്മൾ നോർത്തേൺ സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഗോമതി, അതുപോലെ തന്നെ ഘാഗ്ര, ഖണ്ഡക്ക്, കോസി, ഇതെല്ലാം എന്താണ്, ഗംഗയുടെ മെയിൻ ട്രിബ്യൂട്ടറീസ് ആണ്. അല്ലേ. ഇപ്പൊ ഈ കോസി റിവറിന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ത്യയുടെ ദുഃഖം അല്ലെങ്കിൽ സോർ ഓഫ് ഇന്ത്യ എന്നോ അതുപോലെ സോർ ഓഫ് ബംഗാൾ എന്നൊക്കെ അറിയപ്പെടുന്നത് എന്താണ്, ഈ കോസി റിവറാണ്. കാരണം ഭയങ്കരമായിട്ട് വെള്ളപ്പൊക്കം ഉണ്ടാക്കി ഭയങ്കര നാശനഷ്ടം ഉണ്ടാക്കുന്ന ഒരു റിവറാണ് ഈ കോസി റിവർ. അതുകൊണ്ടാണ് ഇന്ത്യയുടെ ദുഃഖം എന്ന് അല്ലെങ്കിൽ സോർ ഓഫ് ഇന്ത്യ എന്നൊക്കെ അറിയപ്പെടുന്ന ആരെന്ന് പറയുന്നത്, ഈ കോസി റിവർ എന്ന് പറയുന്നത്. ഈ കോസി റിവർ എന്തിന്റെ ഒരു ട്രിബ്യൂട്ടറി ആയിട്ട് നമുക്ക് പറയാൻ പറ്റും, ഗംഗാ റിവറിന്റെ ട്രിബ്യൂട്ടറി ആണ്. അതുകൂടാതെ ഗോമതി ഉണ്ട്, ഘാഗ്രയുണ്ട്, കാണ്ടക്കുണ്ട്. ഇതെല്ലാം എന്താണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗംഗാ റിവറിന്റെ എന്താണ്, ട്രിബ്യൂട്ടറീസ് ആണ്. ഇനി
നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ, ഗോമുഖ് കേവിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഭഗീരഥയും അളകനന്ദയും എവിടെ വെച്ചിട്ടാണ് മീറ്റ് ചെയ്യുന്നത്? ദേവപ്രയാഗിൽ വെച്ച്. ദേവപ്രയാഗ് എവിടെയാണുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരാഖണ്ഡിൽ തന്നെയാണ്. ദേവപ്രയാഗിൽ വെച്ചിട്ട് ഭഗീരഥി എവിടെ നിന്ന് വരുന്നു? ഗംഗോത്രി ഗ്ലേഷ്യറിൽ നിന്ന് വരുന്നു. അളകനന്ദ എവിടെ നിന്ന് വരുന്നു? അളകാപുരി ഗ്ലേഷ്യറിൽ നിന്ന് വരുന്നു. ഇത് രണ്ടും എവിടെ തന്നെയാണ്? ഉത്തരാഖണ്ഡിൽ തന്നെയാണ്. ഇവർ രണ്ടുപേരുടെ ദേവപ്രയാഗിൽ വെച്ചിട്ടാണ് എന്തായിട്ട് ഒഴുകുന്നത്? ആ ഗംഗയായിട്ട് ഫ്ലോ ചെയ്യുന്നത്. പിന്നെ ഇവിടെ ദേവപ്രയാഗിൽ വെച്ചിട്ട് ഇനി നമുക്ക് ഭഗീരഥിന്നോ അളകനന്ദയെന്നോ സെപ്പറേറ്റ് ആയിട്ട് വിളിക്കേണ്ട. എന്തെന്ന് വിളിച്ചാൽ മതി? ഗംഗാ റിവർ എന്ന് വിളിച്ചാൽ മതി. ഇനിയും ഈ ഗംഗ കടന്നു പോകുന്ന മെയിൻ സിറ്റീസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏതൊക്കെ സിറ്റീസിൽ കൂടെയാണ്, മെയിൻ സിറ്റീസിൽ കൂടെയാണ് ഗംഗ പോകുന്നതെന്നൊക്കെ നമുക്ക് ചോദിക്കാം. അല്ലെങ്കിൽ ഈ സിറ്റി ഏത് റിവറിന്റെ ബാങ്കിലാണ് എന്നൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാൻ പറ്റും. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് നമ്മൾ ഉത്തരാഖണ്ഡിലെ ഋഷികേശ്, ഹരിദ്വാർ എന്നീ സ്ഥലങ്ങളിലാണ് എന്തെന്ന് പറയുന്നത്, ഈ പുണ്യസ്ഥലങ്ങൾ എന്തിന്റെ തീരത്താണ്? ഗംഗയുടെ തീരത്താണ്. ഇനി നമ്മൾ യു പിയിലോട്ട് വരുവാണെങ്കിൽ കനൌജ്, കാൺപൂർ, പ്രയാഗ്രാജ്, വാരണാസി ഇതെല്ലാം എന്താണ്? യു പിയിലെ പ്ലേസ് ആണ്. പിന്നെ നമ്മൾ ബീഹാറിലോട്ട് നടക്കുകയാണെങ്കിൽ പാട്ന, പിന്നെ ഭഗൽപൂർ എന്ന് പറയുന്നത് എവിടെയുണ്ട്? ഭഗൽപൂർ ഉണ്ട്. ഇതെല്ലാം എന്താണ്? ഗംഗ ഫ്ലോ ചെയ്യുന്ന മെയിൻ സിറ്റീസ് ആണ്. ഏതൊക്കെയാണ്? ഋഷികേശ്, ഹരിദ്വാർ, കനൌജ്, കാൺപൂർ, പ്രയാഗ്രാജ്, വാരണാസി, പാട്ന. ഏതൊക്കെയാണ്? ഋഷികേശ്, ഹരിദ്വാർ. ഈ ഹരിദ്വാറിന് ഒരു പ്രത്യേകതയുണ്ട്. ഗംഗ ഇന്ത്യൻ പ്ലെയിനിലോട്ട്, അതായത് നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിനിലോട്ട് ഗംഗ കടക്കുന്നത് ഈ ഹരിദ്വാറിൽ വെച്ചിട്ടാണ്. അപ്പൊ നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിനിലോട്ട് എവിടെ വെച്ച് ഗംഗ കടക്കുന്നത് എവിടെ വെച്ചിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹരിദ്വാറിൽ വെച്ചിട്ടാണ്. ഋഷികേശ്, ഹരിദ്വാർ, കനൌജ്, കാൺപൂർ, പ്രയാഗ്രാജ്, വാരണാസി, പാട്ന ഇതിലേക്കൂടെ എല്ലാം ആര് ഫ്ലോ ചെയ്യുന്നുണ്ട്? നമ്മുടെ ഗംഗ ഫ്ലോ ചെയ്യുന്നു. ഇവിടെ വാരണാസിക്ക് വേറൊരു പേരുണ്ട്, കാശി എന്നുള്ള ഒരു പേരുണ്ട്. അപ്പൊ കാശിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ വന്നാൽ അത് വാരണാസി തന്നെയാണ്. അതിലൂടെ ആരാണ് ഫ്ലോ ചെയ്യുന്നത്? ഗംഗയാണ്. അപ്പൊ ഋഷികേശ്, ഹരിദ്വാർ, കനൌജ്, കാൺപൂർ, പ്രയാഗ്രാജ്, വാരണാസി, പാട്ന ഇവരെല്ലാം മെയിൻ സിറ്റീസ് ആണ്. ഗംഗ ഒഴുകുന്ന മെയിൻ സിറ്റീസ് ആണ്. ഇനിയും നമ്മൾ പാട്ന എന്ന് പറയുന്നത് പാടലിപുത്രമാണ്. പഴയ പേര് പാട്നയുടെ പഴയ പേരെന്താണ്? പാടലിപുത്രം. ബീഹാറിന്റെ ക്യാപിറ്റൽ ആണ് കേട്ടോ. ഇനിയും ഇത് കൂടാതെ നിങ്ങൾ 2 സ്ഥലം കൂടി പഠിച്ചു വെക്കണം, ബദ്രിനാഥും കേദാർനാഥും. ആക്ച്വലി ബദ്രിനാഥ് എന്ന് പറയുന്നത് ഏത് റിവർ ആണെന്ന് അറിയാവോ? ബദ്രിനാഥ് വെച്ചാൽ അളകനന്ദ റിവർ ആണ് കേട്ടോ. അളകനന്ദ റിവറിന്റെ തീരത്തുള്ള ഒരു പുണ്യസ്ഥലമാണ്, ക്ഷേത്രമാണ് ബദ്രിനാഥ് ക്ഷേത്രം എന്നൊക്കെ പറയുന്നത്. അപ്പൊ ബദ്രിനാഥ് എന്ന് പറയുന്ന സ്ഥലം അളകനന്ദയുടെ തീരത്താണ്. കേദാർനാഥ് എന്ന് പറയുന്നത് ഒരു പുണ്യസ്ഥലമാണ്. ഈ കേദാർനാഥ് എന്ന് വെച്ചാൽ മന്ദാകിനിയുടെ തീരത്താണ്. മന്ദാകിനി റിവർ നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല, ഞാനൊക്കെ പഠിച്ചിട്ടുണ്ട്. കേദാർനാഥ് എന്ന് പറയുന്ന സ്ഥലത്തിനെ പറ്റിയും ആ മന്ദാകിനി റിവറിനെയൊക്കെ പറ്റി ബ്യൂട്ടിഫുൾ മന്ദാകിനി എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റോറി ഉണ്ടായിരുന്നു. അപ്പൊ ഈ മന്ദാകിനി റിവറിന്റെ തീരത്താണ് കേദാർനാഥ് എന്ന് പറയുന്ന എന്തുള്ളത്? ആ പുണ്യ സ്ഥലം ഉള്ളത്. അപ്പൊ ബദ്രിനാഥ്, കേദാർനാഥ് ഇതെല്ലാം എവിടെയാണ്? ബദ്രിനാഥിന്റെ തീരത്തുള്ളത്. അളകനന്ദയുടെ തീരത്താണ് ബദ്രിനാഥ്. കേദാർനാഥിന്റെ തീരത്തുകൂടി ഒഴുകുന്നതാണ് മന്ദാകിനി. ഈ അളകനന്ദയും മന്ദാകിനിയും ജോയിൻ ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രുദ്രപ്രയാഗിലാണ്. അപ്പൊ അളകനന്ദയും മന്ദാകിനിയും കൂടി ജോയിൻ ചെയ്യുന്ന സ്ഥലമാണ് എന്തെന്ന് പറയുന്നത്? രുദ്രപ്രയാഗ്. അളകനന്ദയും മന്ദാകിനിയും കൂടെ ജോയിൻ ചെയ്യുന്ന പ്ലേസ് ആണ് രുദ്രപ്രയാഗ്. അപ്പൊ ബദ്രിനാഥ്, കേദാർനാഥ്, രുദ്രപ്രയാഗ്. എന്താണ് പ്രത്യേകത? അളകനന്ദ ഒഴുകുന്ന പ്ലേസ് ആണ് ബദ്രിനാഥ് എങ്കിൽ മന്ദാകിനിയുടെ തീരത്തുള്ളതാണ് കേദാർനാഥ്. ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഒഴുകാൻ തുടങ്ങുന്നത് എവിടെ വെച്ചിട്ടാണ്? രുദ്രപ്രയാഗിൽ വെച്ചിട്ടാണ്. ഈ 2 റിവേഴ്സും ഇമ്പോർട്ടന്റ് ആണ്. ഗംഗയുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്ത് പഠിക്കേണ്ടതാണ്. കാരണം ഗംഗയാവുന്നത് ഈ അളകനന്ദ ജോയിൻ ചെയ്തിട്ടായതുകൊണ്ട് തന്നെ നമ്മൾ അളകനന്ദയിലോട്ട് ജോയിൻ ചെയ്യുന്ന മന്ദാകിനിയും പറ്റിയും പഠിക്കണം. ഭഗീരഥയും അളകനന്ദയും എവിടെ വെച്ച് ജോയിൻ ചെയ്യുന്നതും? ദേവപ്രയാഗിൽ വെച്ച്. ഭഗീരഥയും അളകനന്ദയും ദേവപ്രയാഗിൽ വെച്ച് ജോയിൻ ചെയ്യുന്നു. രുദ്രപ്രയാഗിലെ അളകനന്ദയും മന്ദാകിനിയുമായിട്ട് ജോയിൻ ചെയ്യുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോവരുത് കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോവേണ്ട ദേവപ്രയാഗും അതുപോലെ തന്നെ രുദ്രപ്രയാഗും ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഇനി നോർത്തേൺ സൈഡിലുള്ള നമ്മുടെ ഗംഗയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്താണ്? ട്രിബ്യൂട്ടറീസ് ആണ് ഗോമതി എന്ന് പറയുന്നത്. എന്താണ്? ഗോമതിയുണ്ട്, ഗാണ്ഡക്കുണ്ട്, കോസിയുണ്ട്, ഘാഗ്രയുണ്ട്. ഇനി സൗത്തിൽ നിന്ന് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രം സൗത്ത് യമുന. ഈ യമുന എന്ന് പറഞ്ഞാൽ ഗംഗയുടെ ഏറ്റവും വലിയ ട്രിബ്യൂട്ടറി ആട്ടോ. യമുന എന്ന് പറയുന്നത് ഗംഗയുടെ ഏറ്റവും വലിയ ട്രിബ്യൂട്ടറി ആണ്.
അതേ വലിയ എന്ന് ഉദ്ദേശിച്ചത് എന്താണ്? ഏറ്റവും നീളം കൂടിയ ട്രിബ്യൂട്ടറി ആണ് യമുന എന്ന് പറയുന്നത്. ഇനി സോണ്, അതുപോലെ ചാമ്പൽ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ആരുടെ ട്രിബ്യൂട്ടറി ആയിട്ട് വരുന്നതാണ്? നമ്മുടെ യമുനയുടെ ട്രിബ്യൂട്ടറി. നമ്മൾ ആ ഫിഗറിനകത്ത് പറയുന്നുണ്ട് യമുനയിലോട്ടാണ് ഈ റിവേഴ്സ് ഒക്കെ എന്ത് ചെയ്യുന്നത്? ഫ്ലോ ചെയ്യുന്നത്. യമുനയുടെ ട്രിബ്യൂട്ടറീസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. യമുന ആരുടെ ട്രിബ്യൂട്ടറി ആണ്? യമുന എന്ന് പറയുന്നത് ഗംഗയുടെ ട്രിബ്യൂട്ടറി ആണ്. ഏറ്റവും വലിയ ട്രിബ്യൂട്ടറി ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി യമുന എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യമുന ഒറിജിനേറ്റ് ചെയ്യുന്നതും എവിടെ നിന്നാണ്? ഹിമാലയത്തിൽ നിന്നാണ് കേട്ടോ. ഹിമാലയത്തിലെ യമുനോത്രി ഗ്ലേഷ്യറിൽ നിന്നാണ് യമുന ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഗംഗയ്ക്ക് പാരലൽ ആയിട്ടാണ് ആര് ഫ്ലോ ചെയ്യുന്നത്? നമ്മുടെ യമുന ഫ്ലോ ചെയ്യുന്നത്. ഇത് എവിടെ വെച്ചിട്ട്? അലഹബാദ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട് ഗംഗയുമായിട്ട് ജോയിൻ ചെയ്യും. ഈ അലഹബാദിന്റെ ഇപ്പോഴത്തെ പേരെന്താണെന്നറിയാവോ? പ്രയാഗ്രാജിൽ വെച്ചിട്ട് അല്ലെങ്കിൽ അലഹബാദിൽ വെച്ചിട്ട് ഗംഗ യമുനയുമായിട്ട് ജോയിൻ ചെയ്യും. ആക്ച്വലി ഇവിടെ ഒരു പോയിന്റ് നമുക്ക് പറയാനുണ്ട്. ഇവിടെ നമുക്ക് ഈ ഭൂമിക്കടിയിലൂടെ ഒഴുകുന്ന ഒരു റിവർ എന്ന് അറിയപ്പെടുന്നത് സരസ്വതി റിവർ ഉണ്ട്. ഈ സരസ്വതി റിവറും ഈ പ്രയാഗ്രാജിൽ വെച്ചിട്ട് മീറ്റ് ചെയ്യുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. അതായത് ഗംഗയും യമുനയും സരസ്വതിയും എവിടെ വെച്ചിട്ട് മീറ്റ് ചെയ്യുന്നുണ്ട്? സരസ്വതിയും ഈ പ്രയാഗ്രാജിൽ വെച്ച് മീറ്റ് ചെയ്യുന്നു. ഇതിനെ നമ്മൾ എന്താ പറയുന്നത്? ത്രിവേണി സംഗമം എന്നാണ് പറയുന്നത്. ത്രിവേണി സംഗമം എന്ന് പറയും. ഓക്കെ അല്ലേ? ഇതൊരു ട്രൈ ജംഗ്ഷൻ ആണ്. ഈ 3 പേരും വന്ന് ചേരുന്നത് എവിടെയാണ്? ഈ അലഹബാദിലാണ്. അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. സരസ്വതി ഭൂമിക്കടിയിലൂടെ ഒഴുകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു നദിയാണ്. അപ്പൊ ഗംഗ, യമുന, സരസ്വതി ജോയിൻ ചെയ്യുന്നത് എവിടെയാണ്? അലഹബാദ് അല്ലെങ്കിൽ പ്രയാഗ്രാജിലാണ്. പ്രയാഗ്രാജിലാണ് ഇവര് മീറ്റ് ചെയ്യുന്നത്. അപ്പൊ നോക്കിക്കേ, ഇവിടെ നമ്മൾ ദേവപ്രയാഗ് പഠിച്ചു. ദേവപ്രയാഗ് കഴിഞ്ഞിട്ട് എവിടെയാണ്? അലഹബാദില് ഗംഗയും യമുനയും തമ്മിൽ മീറ്റ് ചെയ്യുന്ന പ്ലേസ് ആണ് ഉള്ളത്. അപ്പൊ ഈ നമ്മുടെ ഗംഗയും യമുനയും അലഹബാദിൽ വെച്ചിട്ട് മീറ്റ് ചെയ്യുന്നു. പിന്നീട് അതെന്താണ്? യമുന ഗംഗയിലോട്ട് ജോയിൻ ചെയ്ത് ഗംഗ പിന്നെ ഒഴുകുവാണ്. ഈ യമുനയുടെ തീരത്ത്, അതായത് യമുന ഏതൊക്കെ മെയിൻ സിറ്റികളിൽ കൂടിയാണ് കടന്നു പോകുന്നതെന്ന് വെച്ചാൽ ഡൽഹി, നമ്മുടെ ഇന്ത്യയുടെ ക്യാപിറ്റൽ ആയിട്ടുള്ള ഡൽഹി ഏത് നദിയുടെ തീരത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യമുനയുടെ തീരത്താണ്. ഇനി കൃഷ്ണന്റെ മധുരയിലെ മധുര, യുപിയിലെ മധുര, ഈ മധുര എന്തിന്റെ തീരത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും നമ്മുടെ ആരുടെ തീരത്താണ്? നമ്മുടെ യമുനയുടെ തീരത്താണ്. ഇനി അടുത്തത് ആഗ്ര ഏത് നദിയുടെ തീരത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് യമുന നദിയുടെ തീരത്താണ്. ചിലപ്പോൾ നമ്മളോട് എക്സാമിന് ചോദിക്കുന്നത് താജ്മഹൽ ഏത് നദിയുടെ തീരത്തെന്നായിരിക്കും. താജ്മഹൽ ആഗ്രയിലാണെന്ന് അറിയാം. ആഗ്ര എന്തിന്റെ തീരത്താണ്? യമുനയുടെ തീരത്താണെന്നും അറിയാം. അപ്പം ആഗ്ര, താജ്മഹൽ ഇതെല്ലാം എന്തിന്റെ തീരത്താണ്? യമുന നദിയുടെ തീരത്താണ്. അപ്പൊ ഡൽഹി, മധുര, ആഗ്രയൊക്കെ മെയിൻ സിറ്റീസ് ആണ്. യമുന ഫ്ലോ ചെയ്യുന്നതിൽ മെയിൻ സിറ്റീസ് ആണ് എന്തെന്ന് പറയുന്നത്? ഡൽഹി, മധുര, ആഗ്ര ഒക്കെ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനിയും ഈ യമുനയുടെ പഴയ പേര് അല്ലെങ്കിൽ ചരിത്രത്തില്, ഹിസ്റ്ററിയില് കാളിന്തി നദി എന്ന് പ്രതിപാദിക്കുന്നത് ഏത് നദിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് യമുനയാണ്. കാളിന്തി റിവർ എന്നറിയപ്പെടുന്നത് ഏത് റിവർ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് യമുന റിവർ ആണ് കേട്ടോ. ഇനി നമ്മൾ ഈ പ്രയാഗ്രാജിന്റെ കേസ് പറയുമ്പോൾ നമ്മൾ കുംഭമേളയും കൂടെ അവിടെ ആലോചിക്കണം. കാര്യം ഈ സമയത്ത് ഒരു കുംഭമേള നടന്നില്ലേ? ഈ കുംഭമേള എന്ന് വെച്ചാൽ 12 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ഉത്സവമാണ്. 12 ഇയേഴ്സ് ആണ് കേട്ടോ. വൺസ് ഇൻ 12 ഇയേഴ്സ് ആണ് എന്ത് നടക്കുന്നത്? കുംഭമേള നടക്കുന്നത്. ഈ കുംഭമേള ഗംഗയുടെ തീരത്ത് എവിടെയാണ് നടക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രയാഗ്രാജിലാണ്. കുംഭമേള എവിടെയാണ്? കുംഭമേള ഗംഗയുടെ തീരത്ത് നടക്കുന്നത് പ്രയാഗ്രാജിലാണ്. യുപിയിലെ പ്രയാഗ്രാജിലാണ് നമ്മുടെ ഗംഗയുടെ തീരത്ത് കുംഭമേള നടക്കുന്നത്. ഇതുകൂടാതെ 2 സ്ഥലത്തും എന്ത് നടക്കുന്നുണ്ട്? കുംഭമേള നടക്കുന്നുണ്ട്. മഹാരാഷ്ട്രയിലെ നാസിക്കിലും കുംഭമേള നടക്കുന്നുണ്ട്. അത് ഏത് റിവർ ആണെന്ന് ചോദിച്ചാൽ അത് ഗോദാവരി റിവർ ആണ് കേട്ടോ. ഗോദാവരി റിവറിന്റെ തീരത്ത് നാസിക്കിലും കുംഭമേള നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ക്ഷിപ്ര റിവറിന്റെ തീരത്ത് ഉജ്ജയിൻ എന്ന് പറഞ്ഞ സ്ഥലത്തും കുംഭമേള നടക്കുന്നുണ്ട്. അപ്പൊ ഗംഗയുടെ തീരത്ത് കുംഭമേള നടക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് പ്രയാഗ്രാജിലാണ്. ഗോദാവരിയുടെ തീരത്ത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നാസിക്കിലാണ്, മഹാരാഷ്ട്രയിലെ നാസിക്കിലാണ്. ഇനി അടുത്തത് എന്താണ്? ക്ഷിപ്ര റിവറിന്റെ തീരത്താണ് കുംഭമേള നടക്കുന്നതെങ്കിൽ അത് ഉജ്ജയിനാണ്. ഉജ്ജയിൻ എവിടെയാണ്? മധ്യപ്രദേശിൽ. അപ്പൊ കുംഭമേള നടക്കുന്ന സ്ഥലങ്ങള് പ്രയാഗ്രാജ്, നാസിക്, ഉജ്ജയിന്. ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ അല്ലേ? അപ്പൊ നോക്കിക്കേ, നമ്മൾ മേജർ ട്രിബ്യൂട്ടറീസ് ആരുടെ കേസിലാണ് പറഞ്ഞു? ഗംഗയുടെ പറഞ്ഞു. ഗോമതി എന്ന് പറഞ്ഞാൽ ലക്നൌവിന്റെ തീരത്തോടി ഉള്ള, അതായത് ലക്നൗ എന്ന് പറയുന്നത് യുപിയുടെ ക്യാപിറ്റലാണ്. അപ്പൊ യുപിയുടെ ക്യാപിറ്റലായ ലക്നൗ ഏത് നദിയുടെ തീരത്താണെന്ന് ചോദിച്ചാൽ അത് ഗോമതിയാണ്. അതേ സമയത്ത് കനൌജ്, കാൺപൂരും ഒക്കെ എവിടെയാ, എന്തിന്റെ തീരത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗംഗയുടെ തീരത്താണ് കേട്ടോ. അപ്പൊ ഗോമതി, ഖാണ്ടക്ക്, കോസി, ഘാഗ്ര
ഇതെല്ലാം ഇതിന്റെ ഏത് നോർത്ത് സൈഡിലുള്ള ട്രിബ്യൂട്ടറീസ് ആണ്. യമുന, സോണ്, ചമ്പൽ ഇവരൊക്കെ ലെഫ്റ്റ് സൈഡ്, അല്ലെങ്കിൽ എവിടെയുള്ളതാണ് നമ്മുടെ സൗത്ത് സൈഡിലുള്ള ട്രിബ്യൂട്ടറി ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഗംഗയുടെ കേസാണ് പറയുന്നത്. ഗംഗയും യമുനയും തമ്മിൽ മീറ്റ് ചെയ്യുന്നതിനെ നമ്മൾ അലഹബാദ് അല്ലെങ്കിൽ പ്രയാഗ്രാജ് എന്ന് പറയുന്നു. ഈ പ്രയാഗ്രാജിൽ കുംഭമേള നടക്കുന്നുണ്ട്. പ്രയാഗ്രാജിൽ മാത്രമല്ല, നാസിക്കിലും ഉജ്ജയിനിലും എന്ത് നടക്കുന്നുണ്ട്? കുംഭമേള നടക്കുന്ന പ്ലേസ് ആണ്. നെക്സ്റ്റ്, നമ്മളിപ്പം ഗംഗ ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നുണ്ട്. ഗംഗ ഫ്ലോ ചെയ്ത് യു പി കഴിഞ്ഞിട്ട് ബീഹാർ പാട്നയിലൂടെ വന്നതിന് ശേഷം പിന്നെ ഗംഗ ഫ്ലോ ചെയ്യുന്നത് വെസ്റ്റ് ബംഗാളിലോട്ടാണ് അല്ലെ. വെസ്റ്റ് ബംഗാളില് ഫറാക്കി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ബാരേജ് ഉണ്ട്. വെസ്റ്റ് ബംഗാളില് ഫറാക്ക എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ബാരേജ് ഉണ്ട്. ഫറാക്ക ബാരേജ് എന്ന് പറയും. ഈ ഫറാക്ക ബാരേജിൽ വെച്ചിട്ട് ഈ ഗംഗ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഗംഗയുടെ ഒരു പോർഷൻ ഹൂഗ്ലി നദിയിലോട്ട് പോകുന്നുണ്ട്. അല്ലെങ്കിൽ ഹൂഗ്ലി നദി എന്ന് പറയുന്ന ഈ ഇതിലെ ജലം, ഫറാക്ക ബാരേജിലെ ഗംഗയിലെ ജലം എങ്ങോട്ട് കൊടുക്കുന്നുണ്ട്? നമ്മുടെ ഹൂഗ്ലി റിവറിലോട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കി മാത്രമേ എങ്ങോട്ട് പോകുന്നുള്ളൂ? നമ്മുടെ ബംഗ്ലാദേശിലോട്ട് പോകുന്നുള്ളൂ. അപ്പൊ ഫറാക്ക ബാരേജ് എന്ന് പറയുന്നത് ഗംഗയുടെ ജലം, ഗംഗയുടെ വാട്ടർ ഹൂഗ്ലി റിവറിലോട്ട് ഒഴുക്കി വിടുന്ന ഒരു ബാരേജ് ആണ് ഈ ഫറാക്ക ബാരേജ്. അത് വെസ്റ്റ് ബംഗാളിലാണുള്ളത്. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ വെച്ചിട്ട് ഫറാക്കയിൽ വെച്ചിട്ട് നമ്മുടെ ഈ ഗംഗ ബൈഫോഗേറ്റ് ചെയ്യുന്നെന്ന് പറയുന്നത് രണ്ടായിട്ട് പിരിയുന്നുണ്ട്. ഒന്ന് ഹൂഗ്ലിയിലോട്ടും പോകുന്നുണ്ട്, ഒന്ന് മെയിൻ റിവറിൽ എങ്ങോട്ടും പോകുന്നുണ്ട്? ബംഗ്ലാദേശിലോട്ടും പോകുന്നത്. ഇവിടെ വെച്ചിട്ട് എന്താണ്? ഇതാണ് നോർത്ത് മോസ്റ്റ് പോയിന്റ് ഓഫ് ഗംഗാ ഡെൽറ്റ. ഗംഗയുടെ ഗംഗാ ഡെൽറ്റയുടെ നോർത്ത് മോസ്റ്റ് പോയിന്റ് ആണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. ഇവിടെ വെച്ച് റിവർ ബൈഫോഗേറ്റ് ചെയ്തിട്ട് ഹൂഗ്ലി ഒരു ഡിസ്ട്രിബ്യൂട്ടറി ആയിട്ട് പോകുന്നുണ്ട്. സൗത്തിലോട്ടാണ് ഹൂഗ്ലി പോകുന്നത്. ഈ ഹൂഗ്ലി എന്ന് പറയുന്നത് കൊൽക്കത്ത നഗരം ഹൂഗ്ലിയുടെ തീരത്താണ്. കൊൽക്കത്ത നഗരം എവിടെയാണെന്ന് ചോദിച്ചാൽ ഹൂഗ്ലിയുടെ, വെസ്റ്റ് ബംഗാളിന്റെ ക്യാപിറ്റൽ ആയിട്ടുള്ള കൊൽക്കത്ത എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഹൂഗ്ലിയുടെ തീരത്താണ്. മനസ്സിലായോ? അപ്പൊ ഹൂഗ്ലി ഒഴുകി വരുമ്പോൾ, ഹൂഗ്ലി എന്ന് പറയുന്ന ഒരു ഡിസ്ട്രിബ്യൂട്ടറിയാ, അതായത് നമ്മുടെ ഗംഗയിൽ നിന്നും ഉത്ഭവിച്ചു വരുന്നതാണ് ഈ ഹൂഗ്ലി എന്ന് പറയുന്നത്. ഹൂഗ്ലിയുടെ തീരത്താണ് കൽക്കട്ട എന്ന് പറയുന്നത്. കൽക്കട്ട ശരിക്കും ഒരു പോർട്ടാണ് അല്ലെ, ഒരു തുറമുഖ നഗരമാണ്, പോർട്ടാണ് ഈ കൽക്കട്ട എന്ന് പറയുന്നത്. ഈ കൽക്കട്ട പോർട്ട് എന്ന് വെച്ചാൽ ഈ ഒരു ഹൂഗ്ലി റിവറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഉണ്ടായതുകൊണ്ട് തന്നെ ഈ ഹൂഗ്ലി റിവറിൽ വെള്ളം എപ്പോഴും വേണം. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബാരേജ് ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്? ഫറാക്ക ബാരേജ് ഉണ്ടാക്കിയിട്ട് ഈ ഗംഗയിലെ വെള്ളത്തിനെയും കൂടി ഹൂഗ്ലിയിലോട്ട് ഒഴുക്കി വിടുന്നത് കേട്ടോ. അപ്പൊ ഹൂഗ്ലി റിവർ എന്ന് പറയുന്നത് നമ്മുടെ വെസ്റ്റ് ബംഗാളിലാണ്. കൽക്കട്ട നഗരം എവിടെയാണ്? ഹൂഗ്ലിയുടെ തീരത്താണ്. ഓക്കെ അല്ലേ? ഇനി ഓക്കെ, ബേ ഓഫ് ബംഗാളിലോട്ട്, അത് കഴിഞ്ഞിട്ട് ബേ ഓഫ് ബംഗാളിലോട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പോകുന്നുണ്ട്. നെക്സ്റ്റ്, ബംഗ്ലാദേശിലോട്ട് എത്തിക്കഴിഞ്ഞാൽ ഗംഗയുടെ പേര് മാറും. അതായത് ഈ ഫറാക്ക ബാരേജ് ഒക്കെ കഴിഞ്ഞു പിന്നീട് ഗംഗ എങ്ങോട്ടാ ഫ്ലോ ചെയ്യുന്നത്? ബംഗ്ലാദേശിലോട്ടാണ്. ബംഗ്ലാദേശിലോട്ട് കടക്കുമ്പോൾ പിന്നെ ഗംഗ എന്നുള്ള പേര് മാറി പത്മ എന്ന പേര് സ്വീകരിക്കും. ആര്? ഗംഗ. അതായത് ബംഗ്ലാദേശിൽ ഗംഗ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റില്ലേ? ഗംഗ ബംഗ്ലാദേശിൽ അറിയപ്പെടുന്ന പേരാണ് പത്മ. ഈ പത്മയും പിന്നെ നമ്മുടെ ഈ ബ്രഹ്മപുത്രയുണ്ട്, ബ്രഹ്മപുത്രയും ബംഗ്ലാദേശിലോട്ട് വരും. ഈ പത്മയും അതുപോലെ തന്നെ പത്മ, അതേപോലെ തന്നെ ബ്രഹ്മപുത്ര ഒരുമിച്ച് മേഘ്ന എന്ന് പറഞ്ഞൊരു റിവറായിട്ടാണ് ബംഗ്ലാദേശിൽ ഒഴുകുന്നത്. അതായത് ഇവര് നമ്മുടെ ബേ ഓഫ് ബംഗാളിലോട്ട് ചെന്ന് ചേരുന്നത് മേഘ്ന റിവർ ആയിട്ടാണ്. അവിടെ പത്മയും ഉണ്ടാവും, ബ്രഹ്മപുത്രയും ഉണ്ടാവും. അപ്പൊ ഗംഗയുടെയും ബ്രഹ്മപുത്രയുടെയും കോമ്പിനേഷൻ, അതിന്റെ കമ്പൈൻഡ് റിവർ എന്ന് പറയുന്നത് എന്താണ്? വേൾഡിലെ ലാർജസ്റ്റ് ഡെൽറ്റ ഉണ്ടാക്കും. ഈ പത്മയും ബ്രഹ്മപുത്രയും ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റയല്ല സുന്ദർബൻസ് ഉണ്ടാക്കും. സുന്ദരി ട്രീസ് ധാരാളം ഉള്ളത് കൊണ്ടാണ് ഇതിന് സുന്ദർബൻ ഡെൽറ്റ എന്ന് പറയുന്നത്. ഈ സുന്ദർബൻ ഡെൽറ്റ ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ സുന്ദർബൻ ഡെൽറ്റ ക്രിയേറ്റ് ചെയ്തത് ആരൊക്കെ ചേർന്നിട്ടാണ്? പത്മയും ബ്രഹ്മപുത്രയും അല്ലെങ്കിൽ ഗംഗയും ബ്രഹ്മപുത്രയും കൂടി ചേർന്നാണ്. അപ്പൊ ബംഗ്ലാദേശില് ബേ ഓഫ് ബംഗാളിൽ ജോയിൻ ചെയ്യുന്നതിന് മുൻപ് ഇവർ എന്തുണ്ടാക്കും? ഈ സുന്ദർബൻസ് ഡെൽറ്റ ഉണ്ടാക്കും. ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ഡെൽറ്റ ആയിട്ടുള്ള സുന്ദർബൻ ഡെൽറ്റ ഉണ്ടാക്കുന്നത് ഗംഗയും ബ്രഹ്മപുത്രയും കൂടി ചേർന്നിട്ടാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് കേട്ടോ ഈ സുന്ദർബൻ ഡെൽറ്റയുടെ കേസ്. ഇനി അടുത്തത്, ഈ സോൺ എന്ന് പറയുന്ന റിവർ എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്ന? അമർകണ്ടക് പ്ലേറ്റുവിൽ നിന്നാണ്. മധ്യപ്രദേശിലെ അമർകണ്ടക്കിൽ നിന്നാണ് സോണ് വരുന്നത്. ദാമോദർ എന്ന് പറയുന്നത് ഛോട്ടാ നാഗ്പൂരിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഗംഗയുടെ എന്താണ്? ഒരു ട്രിബ്യൂട്ടറി ആണ്. ഇത് ബംഗാളിന്റെ ദുഃഖം എന്നാണ്, സോർ ഓഫ് ബംഗാൾ എന്നാണ് ദാമോദറിനെ അറിയപ്പെടേണ്ട കാരണം. ബംഗാളിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടാകുന്നത് ഈ ദാമോദർ നദിയിലെ വെള്ളപ്പൊക്കത്തിലാണ്. വെള്ളം കൂടുമ്പോഴാണ് ബംഗാളിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടാകുന്നത്. സോ ദാമോദർ എന്ന് പറയുമ്പോൾ സോർ ഓഫ് ബംഗാൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇനി ഗംഗയുടെ കൺസർവേഷൻ
പ്രോജക്റ്റുകളുണ്ട്. 1986 അതായത് നമ്മുടെ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയാവുന്ന സമയത്ത് ഉള്ള ഗംഗയെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു പ്ലാൻ ആണ് ഗംഗ ആക്ഷൻ പ്ലാൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്ത നമ്മൾ മോദി ഗവൺമെന്റിന്റെ ടൈം 2014 ഗംഗയെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു പ്ലാൻ ആണ് നമാമി ഗംഗ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. 2014 അപ്പൊ ഗംഗ ആക്ഷൻ പ്ലാനും നമാമി ഗംഗ പ്രോജക്റ്റും എന്തിനെ പ്രൊട്ടക്ട് ചെയ്യാനാണ്? ഗംഗ റിവറിനെ പ്രൊട്ടക്ട് ചെയ്യാനാണ്. 1986 ഗംഗ ആക്ഷൻ പ്ലാനും 2014 നമാമി ഗംഗ പ്രോജക്റ്റുമാണ്. ഈ രണ്ട് പ്രോജക്റ്റുകളും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് നമ്മുടെ ഫിഗർ എടുത്തിട്ട് ഇപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ നോക്കാം. ഓക്കെ അല്ലേ? നോക്കിക്കേ, ഗംഗയുടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഭഗീരഥി റിവർ ആയിട്ടാണ്. ഭഗീരഥി റിവർ എവിടെ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗംഗോത്രി ഗ്ലേഷ്യറിലെ ഗോമുഖ് എന്ന് പറയുന്ന കേവിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഉത്തരാഖണ്ഡാണ് സ്ഥലം. അവിടെ ഭഗീരഥി എന്നുള്ള പേരാണ്. അത് ഏത് റിവറുമായിട്ടാണ് ജോയിൻ ചെയ്യുന്നത്? നമ്മുടെ ഈ ഭഗീരഥിയും അളകനന്ദയും കൂടി ദേവപ്രയാഗിൽ വെച്ചിട്ട് എന്തായിട്ട് മാറുന്നു? ഗംഗയായിട്ട് മാറുന്നു. ഗംഗ പിന്നീട് എന്താണ്? നമ്മുടെ ഹരിദ്വാറിൽ കൂടി പ്ലെയിനിലോട്ട് കയറുകയാണ്, അതായത് നമ്മുടെ UP-യിലോട്ട് കയറുകയാണ്. അങ്ങനെ ഋഷികേശ്, ഹരിദ്വാർ, അത് കഴിഞ്ഞിട്ട് നമ്മുടെ UP-യില് കനൌജ്, പിന്നെ കാൺപൂർ, ഇങ്ങനെയുള്ള മെയിൻ സിറ്റീസിലെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? പോകുന്നുണ്ട്. വാരണാസി അതേപോലെ തന്നെ ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഫ്ലോ ചെയ്ത് ഇങ്ങോട്ട് പോകുന്നുണ്ട്. ബീഹാറിലെ പാട്നയിലൂടെ വെസ്റ്റ് ബംഗാളിലോട്ട് കയറുന്നു. വെസ്റ്റ് ബംഗാൾ വെച്ച് ഇത് ബൈഫോഗേറ്റ് ചെയ്യുന്നു. ഫറാക്കയിൽ വെച്ചിട്ട് ഇത് കാണിക്കാം. ഫറാക്കയിൽ വെച്ചിട്ട് ഇത് ബൈഫോഗേറ്റ് ചെയ്യുന്നു. പത്മയായിട്ട് ബംഗ്ലാദേശിലോട്ട് ഒഴുകുന്നു, ഹൂഗ്ലിയിലോട്ട് ഒഴുകുന്നു. ഈ ദാമോദർ എങ്ങോട്ട് വന്ന് ചേരുന്നുണ്ട്? ഹൂഗ്ലിയിലോട്ട് വന്ന് ചേരുന്നുണ്ട്. നോക്കിക്കേ, ഈ ഗംഗയിൽ നമ്മൾ നോർത്തേൺ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഗോമതി, ഘാഗ്ര, ഖാണ്ടക്ക്. ഗോമതിയും ഘാഗ്രയൊക്കെ ഇന്ത്യയിൽ നിന്ന് തന്നെ ഒറിജിനേറ്റ് ചെയ്യുന്നതാണ്. അതേസമയത്ത് ഖാണ്ടക്ക് നേപ്പാളിൽ നിന്നും, അതേപോലെ തന്നെ കോസി എന്ന് പറയുന്ന ചൈനയിൽ ടിബറ്റിൽ നിന്നുമാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഒറിജിനേറ്റ് ചെയ്ത് ഗംഗയുമായിട്ട് ജോയിൻ ചെയ്യുന്നു. അതേപോലെ തന്നെ സോണ് അമർകണ്ടക് പ്ലേറ്റിൽ നിന്നും ഗംഗയിലോട്ട് ജോയിൻ ചെയ്യുന്നു. ചമ്പൽ അതേപോലെ തന്നെ ബേത്വ, കെന്ന്, ഈ 3 റിവറും യമുനയുമായിട്ട് ജോയിൻ ചെയ്ത്, യമുന ആക്ച്വലി ഗംഗയ്ക്ക് പാരലായിട്ടാണ് ഫ്ലോ ചെയ്യുന്നത്. പാരലായിട്ട് ഫ്ലോ ചെയ്തിട്ട് പ്രയാഗ്രാജിൽ വെച്ച് അല്ലെങ്കിൽ അലഹബാദിൽ വെച്ചിട്ട് ഇങ്ങോട്ട് ജോയിൻ ചെയ്യുന്നു, ഗംഗയുമായിട്ട് ജോയിൻ ചെയ്യുന്നു. പോയിന്റ് നോക്കിക്കേ, അലഹബാദിൽ വെച്ചിട്ട് ഗംഗയുമായിട്ട് ജോയിൻ ചെയ്യുന്നു. എന്നിട്ട് അത് വീണ്ടും ഫ്ലോ ചെയ്യുന്നു. ഇവിടെ പാട്ന സിറ്റി എന്ന് പറയുന്നതും എന്തിന്റെ തീരത്താണ്? നമ്മുടെ ഗംഗാ റിവറിന്റെ തീരത്താണ്. പിന്നെ ഫറാക്ക ബാരേജ് ഓർക്കണം. ഹൂഗ്ലി റിവർ കൽക്കട്ടയുടെ തീരത്താണ് ഹൂഗ്ലി റിവർ എന്ന് പറയുന്നത്. പിന്നെ പത്മയും ബ്രഹ്മപുത്രയും കൂടി മേഘനയായിട്ട്, ഇവിടെ മേഘന എന്നുള്ള പേര് സ്വീകരിക്കും. മേഘനയായിട്ട് ബംഗ്ലാദേശിൽ നിന്നും എങ്ങോട്ട് പോകും? ബേ ഓഫ് ബംഗാളിലോട്ട് പോകുന്നു. ഇവിടെ വെച്ചത് എന്ത് ഡെൽറ്റ ഉണ്ടാകുന്നു? സുന്ദർബൻ ഡെൽറ്റ ക്രിയേറ്റ് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഗംഗാ റിവർ സിസ്റ്റത്തിനകത്ത് പഠിച്ചത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഗംഗാ റിവർ എന്ന് പറയുന്നത്. കുറേ കാര്യങ്ങൾ നമ്മളിത് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ അനലൈസ് ചെയ്ത് പഠിക്കേണ്ട കുറേ കാര്യങ്ങൾ ഇനിയുണ്ട്. അപ്പം നമ്മൾ അതെല്ലാം നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. മാക്സിമം പോയിന്റുകളെല്ലാം നമ്മൾ ഈ വീഡിയോയിലോട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നല്ല ക്ലിയർ ആയിട്ട് ഈ സിസ്റ്റംസ് എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തുനിന്ന് എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് ആൻസർ എഴുതാൻ പറ്റും. എപ്പോഴും നിങ്ങളുടെ കയ്യിൽ ഒരു മാപ്പ് ഉണ്ടായിരിക്കണം. നിങ്ങൾ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് മാപ്പൊന്നും വരച്ച് പഠിക്കേണ്ട, പക്ഷേ ഇതേപോലെ ഒരു റഫ് ഫിഗർ എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. പേരുകളെല്ലാം ക്ലിയർ ആയിരിക്കണം, സിറ്റികളെല്ലാം അറിഞ്ഞിരിക്കണം, അതേപോലെ എല്ലാ സ്റ്റേറ്റിൽ കൂടിയാണ് പോകുന്നതെന്ന് അറിഞ്ഞിരിക്കണം. മെയിനായിട്ട് ഈ സിറ്റികളിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെങ്കിൽ ആ പ്രത്യേകത, ഇപ്പം ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ താജ്മഹൽ എന്നായിരിക്കും ചോദിക്കുന്നത്. ആഗ്ര എന്തിന്റെ തീരത്താണെന്നല്ല. അപ്പം നമ്മൾ ആഗ്ര യമുനയുടെ തീരത്താണെന്ന് പഠിച്ച് വരുമ്പം താജ്മഹൽ ആഗ്രയിലാണെന്ന് അറിയാവുന്നവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ ആഗ്ര എന്ന് പറയുന്നത് യമുനയുടെ തീരത്തായതുകൊണ്ട് താജ്മഹലും യമുനയുടെ തീരത്താണെന്ന് എഴുതാൻ പറ്റുള്ളൂ. അതേപോലെ എന്തെങ്കിലുമൊക്കെ പ്രത്യേകത ഈ സിറ്റീസിലുണ്ടെങ്കിൽ അതും നോട്ട് ചെയ്ത് പഠിക്കണം. ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണെങ്കിൽ എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് ആൻസർ എഴുതാൻ പറ്റും. സോ ഈ ഗംഗാ റിവർ സിസ്റ്റം ഈ ക്ലാസ് കൊണ്ട് അവസാനിപ്പിക്കുന്നുണ്ട്. അപ്പം ഇനി അടുത്ത നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ബ്രഹ്മപുത്ര റിവർ സിസ്റ്റം ആണ്. അതോടുകൂടി നമ്മുടെ ഹിമാലയൻ റിവർ സിസ്റ്റം കംപ്ലീറ്റ് ആവും. പിന്നെ നമുക്കുള്ളത് പെനിൻസുല റിവർ സിസ്റ്റം ആണ് ഉള്ളത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഇത്രയും പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക.